ഇന്ന് കേരളത്തിൽ വലിയ മാർക്കറ്റുള്ള ഒരു വിഭാഗമാണ് എക്സ് മുസ്ലിംസ്. ഇസ്ലാം മതം വിട്ടുപോയി എന്ന് അവകാശപ്പെടുകയും എന്നാൽ മുസ്ലിം എന്നുള്ള പേര് മാറ്റാതെ അത് ഉപജീവന മാർഗത്തിന് വേണ്ടി ഉപയോഗിക്കുകയും അതുപയോഗിച്ച് വരുമാനം വർദ്ധിപ്പിക്കുകയും തങ്ങൾ എന്തോ സ്വത്വബോധത്തിനോ അല്ലെങ്കിൽ എന്തോ അനീതിയോ അല്ലെങ്കിൽ തങ്ങൾക്ക് ഇഷ്ടപ്പെടാത്ത അധാർമികതയോ കണ്ടാണ് ഇറങ്ങി പുറപ്പെട്ടത് എന്ന് പറയുമ്പോൾ മറുവശത്തുള്ള കുറേ ആളുകൾ കൈയടിച്ച് പ്രോത്സാഹിപ്പിച്ച് പൂമാലയിട്ട് ആഘോഷിക്കുന്നവരായി ചുമന്ന് നടക്കുന്ന കുറേ പേരുണ്ട്. സത്യത്തിൽ ഇത് ഈ രാജ്യത്ത് ഒരാൾക്ക് മതത്തിൽ വിശ്വസിച്ച് അതിൻ്റെ ആർഡൻ ഫോളോവറായി ജീവിക്കുന്നവരുണ്ടാവാം. ആ മതത്തിൻ്റെ പേരും ബാക്കിയുള്ള സംഗതികളിലും തുടരുമ്പോഴും അവരവരെ സ്വാതന്ത്ര്യത്തിന് ജീവിക്കുന്നവരുണ്ടാവാം. ഈ മതത്തിൻ്റെ പേരും അല്ലെങ്കിൽ ആ വിശ്വാസവുമൊക്കെ വല്ലപ്പോഴുമൊക്കെ ഓർക്കുന്നവരും അങ്ങനെ പോകുന്നവരും എന്നാൽ ആ മതവിശ്വാസിയായി തന്നെ തുടരുന്ന മറ്റൊരു വിഭാഗമുണ്ട്. ഇനി മറ്റു ചിലരാകട്ടെ അവരാ മതവുമായി ഒരു ബന്ധവുമില്ല, അതിനോടൊന്നും യോജിപ്പുമില്ലെങ്കിലും വളരെ നിശബ്ദരായി അങ്ങ് മനുഷ്യരായി കഴിഞ്ഞു പോകുന്നവരും കുറേ പേരുണ്ട്. വേറെ മേൽവിലാസമൊന്നും അവർ അവകാശപ്പെടുന്നില്ല. എന്നാൽ ഏത് മതത്തിലും ആ മതത്തിനെ കുറ്റം പറഞ്ഞ് അതൊരു ഉപജീവനമാർഗമാക്കി രംഗത്ത് വരുന്നവരെല്ലാം വളരെ താല്പര്യപൂർവ്വമുള്ള ഒരു അന്വേഷണത്തിൽ ഒരു മൾട്ടിപ്പിൾ പേഴ്സണാലിറ്റി ഡിസോർഡർ ഉള്ളവരോ അല്ലെങ്കിൽ അവർ ഈ എടുക്കുന്ന പ്രകടനം മറ്റു പലതും ഒളിപ്പിച്ചു വെക്കാനുള്ള ഒരു സംഗതിയോ ആണ് എന്ന് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. ശാസ്ത്രവാദി, നിരീശ്വരവാദി, യുക്തിവാദി എന്നൊക്കെ പറയുന്ന ഒരു കൂട്ടം മനുഷ്യരുണ്ട്. അവർ വേറൊരു ചിന്താഗതിക്കാരാണ്. ഇതങ്ങനെയല്ല, എക്സ് മുസ്ലിം ബാനറിലാണ് അറിയപ്പെടുന്നത്. ഞാനിപ്പോൾ ഇതൊക്കെ പറഞ്ഞെന്തിനാന്ന് ചോദിച്ചാൽ, രാജ്യത്ത് ആഘോഷിച്ച വലിയൊരു എക്സ് മുസ്ലിം ഉണ്ടായിരുന്നു. പുള്ളിയുടെ പേര് സലീം വാസ്തിക് എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്. അദ്ദേഹം വളരെ പൊടുന്നനെ ഉത്തരേന്ത്യയിൽ പ്രത്യക്ഷപ്പെട്ട് ഇസ്ലാം മതത്തെ അങ്ങോട്ട് അലക്കാൻ തുടങ്ങിയതുമല്ല, ആളുകളൊക്കെ പ്രഥമൻ കുടിക്കുന്നത് പോലെ, സദ്യ കഴിഞ്ഞ് മോര് കുടിക്കുന്നത് പോലെ ഇരു കൈകളിലേക്കും സലീമിനെ വാരിക്കോരി ചുംബിച്ച് കൊണ്ടുകടന്നു. എത്രത്തോളം കൊണ്ടുകടന്നു എന്ന് വെച്ചാൽ, പുള്ളി പറയുന്നതെല്ലാം വേദവാക്യമായി കരുതി പുള്ളിയുടെ ഒരു യൂട്യൂബ് ചാനൽ ഉണ്ടായിരുന്നു, സലീം വാസ്തിക് 007 എന്നാണ് പേര്. ആയിരക്കണക്കിന് ആളുകളാണ് കാണുന്നത്. അതിനകത്ത് പുള്ളിയോട് ഇസ്ലാം ചെയ്ത ക്രൂരതകളും ലോകത്ത് ഇസ്ലാം നടത്തുന്ന ക്രൂരതകളുമാണ് പുള്ളി വീശിക്കൊണ്ടിരുന്നത്. ഇങ്ങനെ വീശിക്കൊണ്ടിരുന്ന സന്ദർഭത്തിലാണ് ഒരു 3 ആഴ്ച മുമ്പ് പുള്ളിയെ ആരോ ആക്രമിച്ചു എന്ന് പറയുന്ന ഒരു സംഗതി. എല്ലാ കള്ളനും സ്വയം കുഴിക്കുന്ന ഒരു കുഴി ഉണ്ടാവുമല്ലോ, അങ്ങനെ അദ്ദേഹം അതിൽപ്പെട്ടു. അദ്ദേഹം ഈ പ്രശ്നമുണ്ടായി ആശുപത്രിയിൽ കിടന്നപ്പോൾ നിരവധിയായ ചാനലുകൾ നമ്മുടെ നാട്ടിലും ഉണ്ടല്ലോ, കർമ്മ ഗിർമ കുർമ എന്നൊക്കെ പറയുന്ന ചാനലുകൾ, ഇവരെല്ലാം സന്ദർശിച്ച് പുള്ളിയുടെ ബൈറ്റൊക്കെ എടുത്തു കൊടുത്തു. ദേ ഒരു ചാനലിൻ്റെ സങ്കടം കേട്ടോണം. 22 फरवरी को यूपी के गाजियाबाद में एक बेहद ही दर्दनाक खबर सामने आई। तस्वीरें बेहद विचलित करने वाली थी। सलीम वास्तिक के ऊपर जानलेवा हमला किया गया। 2 लोग आए और इनके दफ्तर में घुसने के बाद जब ये आराम कर रहे थे, धारदार हथियार से इनका गला काटने की कोशिश की गई। एक तरीके से सर तन से जुदा करने की पूरी कोशिश की गई। पूरे शरीर पे हमला किया गया और गले को काटने की कोशिश की गई। इस वक्त सलीम वास्तिक जो है अस्पताल से अपने घर आ चुके हैं, लेकिन अभी भी इनका ट्रीटमेंट चल रहा है। बार बार डॉक्टर के जाना पड़ता है, लेकिन इनके हौसले और ज्यादा बुलंद हो गए हैं। तबीयत ठीक नहीं है, लेकिन इस वक्त इंडिया टीवी से बातचीत करने के लिए तैयार हुए हैं। यही इनके हौसले को दिखाता है। सलीम वास्तिक जी, बहुत बहुत स्वागत है आपका इंडिया टीवी में। बहुत बहुत शुक्रिया। सलीम जी, पहले तो माफी चाहूंगा। സലീം ജിയെ ആക്രമിച്ച് ആശുപത്രിയിലാക്കിയതിന് ഇൻ്റർവ്യൂ നടത്താൻ പോയതാണ്. ഇനിയും ഉണ്ട് വേറെ ഇൻ്റർവ്യൂ. സലീം വാസ്തിക്, ഇത് UP ടോക്ക് എന്ന് പറയുന്ന TV ആണ്. मेरा तो कुछ नहीं उखड़ा, थोड़ा बहुत मामूली था यार, इतना वजह चलता रहता है, थोड़ी देर आधा घंटा कर रह जाते. അങ്ങനെ സംഘപരിവാർ പ്രൊഫൈലുകാർ അല്ല, സനാതനധർമ്മ ദേശസ്നേഹികൾ ആവേശപൂർവ്വം അദ്ദേഹത്തെ ആഘോഷിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് വളരെ പെട്ടെന്ന് ഒരു സംഭവം ഉണ്ടാകുന്നത്. ആ സംഭവം എന്താണെന്നറിയോ? ഇദ്ദേഹത്തിൻ്റെ പേര് കണ്ട് അദ്ദേഹത്തിൻ്റെ വിവരങ്ങളൊക്കെ ശേഖരിച്ച് ഡോക്യുമെൻറ്റ്സ് ഒക്കെ കൊണ്ടുവന്ന് പരിശോധിച്ചപ്പോൾ ഒരു സംശയം ഗാസിയാബാദിലെ പോലീസ് ഓഫീസർക്ക് തോന്നിയപ്പോഴാണ് 1995 13 വയസ്സുള്ള ഒരു കുട്ടിയെ തട്ടിക്കൊണ്ടുപോയി കൊന്നുകളഞ്ഞ സന്ദീപ് ബൻസാൽ എന്ന് പറയുന്ന ഒരു കുട്ടിയെ തട്ടിക്കൊണ്ടുപോയി കൊന്നുകളഞ്ഞ ആ കൊലപാതക കേസിലെ പ്രതിയായി കുറ്റവാളിയായി ജീവപര്യന്തം ശിക്ഷയ്ക്ക് ഡൽഹി കോർട്ട് വിധിച്ച ആളാണ്
സലീം വാസ്തിക്. 20 വർഷം മുമ്പ് ഗാസിയാബാദിൽ താമസിച്ച് അവിടെ കൺസ്ട്രക്ഷൻ പണിക്കൊക്കെ പോയി, എന്നിട്ട് അവിടെ ഒരു മൊല്ലാക്കായി ഒക്കെ ഇരിക്കുന്ന സമയത്താണ് ഈ ക്രിമിനൽ ഈ പറഞ്ഞ ഒരു വലിയ വ്യവസായിയുടെ മകനെ ഇതുപോലെ തട്ടിക്കൊണ്ടുപോയി കാശ് ആവശ്യപ്പെട്ട് കൊന്നുകളഞ്ഞത്. ഇത് 97-ലാണ്. 7 വർഷം മുമ്പ് ഇദ്ദേഹം പ്രത്യക്ഷപ്പെട്ടു. അപ്പോഴത്തേക്ക് ഈ രാജ്യത്ത് മുസ്ലിം വിരുദ്ധത, ഇസ്ലാമോഫോബിയയ്ക്ക് മാർക്കറ്റ് ഉണ്ടെന്ന് ഈ കള്ളം മനസ്സിലാക്കി. എന്നിട്ടോ പേരിനോടൊപ്പം വാസ്തിക് എന്നുകൂടി ചേർത്തു. എന്നിട്ടാണ് സലീം വാസ്തിക് 007 എന്ന പേരിൽ അദ്ദേഹം മുസ്ലിങ്ങൾക്കെതിരെ സംസാരിച്ച് ഹിന്ദുക്കളുടെ കയ്യടി വാങ്ങി, എക്സ്ട്രീം ഹിന്ദുക്കൾ എല്ലാവരും കൂടി ആഘോഷിച്ച് എക്സ് മുസ്ലിമായി കൊണ്ടു നടന്നത്. ഇപ്പോൾ ഈ അന്വേഷണത്തിലൂടെ യവനൊരു ക്രിമിനലാണെന്നും യവൻ എക്സ് മുസ്ലിം ഒന്നും അല്ലെന്നും ഇസ്ലാമോഫോബിയ മാർക്കറ്റ് ചെയ്യാൻ വേണ്ടി രൂപപ്പെട്ട ഒരു ടൈറ്റിൽ മാത്രമാണ് എക്സ് മുസ്ലിം എന്നുള്ളതെന്നും അല്ലാതെ വേറൊരു പശ്ചാത്തലവും ഇവൻ ഇല്ലതെന്നും പറഞ്ഞ് കഴിഞ്ഞ ദിവസം രാത്രി വന്ന് ഈ ആശുപത്രിയിൽ അടികൊണ്ട് കിടക്കുന്നു എന്ന് പറഞ്ഞ ആശുപത്രിയിൽ നിന്ന് അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയിട്ടുണ്ട്. ഒന്ന് ആലോചിച്ച് നോക്കണേ. അപ്പോൾ യഥാർത്ഥത്തിൽ ഇവൻ ആരാണ്? എന്തായി അവൻ ജീവിക്കുന്നു? യവൻ എന്തെല്ലാം നടന്ന് പറയുന്നു? യവൻ പറയുന്നത് ആകെ ഒരു മതത്തിനെതിരാണ്. ആ മതത്തിനോടുള്ള എതിർപ്പ് ഒരു രാജ്യത്തിൻ്റെ ഭരണകൂടത്തിൻ്റെ താല്പര്യമായി വളർത്തിക്കൊണ്ട് വരുന്നത് കൊണ്ട് അതിനനുബന്ധമായി ഒരു പിന്തുണ കിട്ടി അതിൻ്റെ നടുവിൽ ജീവിച്ചു പോരുകയാണ്. എക്സ് മുസ്ലിം മേൽവിലാസങ്ങളുടെ ഒരു ഇൻറ്റേർണൽ സ്റ്റോറിയാണ് ഇത് കാണിക്കുന്നത്. പ്രത്യക്ഷപ്പെടുന്നതും പറയുന്നതും വേറെന്തെങ്കിലും മൂല്യങ്ങളോടുള്ള പ്രതിബദ്ധത കൊണ്ടല്ല, ഉപജീവന മാർഗത്തിനും ഒളിപ്പിക്കാനും വേണ്ടിയാണ് എന്ന് സലീം വാസ്തിക് എന്ന ഈ യൂട്യൂബർ എക്സ് മുസ്ലിമിൻ്റെ ചരിത്രം ഈ മണിക്കൂറുകളിൽ നമ്മളെ പഠിപ്പിക്കുന്നു.